അന്ന് തുടക്കം ഞാൻ ലാലും എനിക്ക് തോന്നുന്നു ചമ്പക്കുളത്തച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ വിനീതിന്റെ അപ്പുറം നിൽക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം വിനീത് ഒരുമിച്ച് സിനിമ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. സാഗരം സാക്ഷിയിൽ ഒരു ഷോട്ടിൽ അപ്പൊ അവിടുന്ന് ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒക്കെയാണ്. അല്ലാതെ നമ്മുടെ മിടുക്ക് മാത്രമല്ല, പിന്നെ ദൈവാനുഗ്രഹം, ഒരു ഭാഗ്യം. പക്ഷെ സാറിന്റെ കൂടെ ഞാൻ കമൽ സാറിന്റെ കൂടെ മാത്രമേ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ജോർജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ് ജോർജ് സാർ. ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഇന്നും അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ്. കമൽ സാറിന്റെ കൂടെ ചെയ്യുമ്പോഴും കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോ ലയൺ എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പൊ വേറൊരു ഒരു ആർട്ടിസ്റ്റ് ചെയ്തെങ്കിൽ ഒരു പക്ഷെ അതിന്റെ മീറ്റർ മാറി ഇച്ചിരി സീരിയസ് ആവുന്ന സിനിമയാണ്. ദിലീപേണ്ണന്റെ കറക്റ്റ് മീറ്റർ എവിടേക്കാണ് കോമഡി അവിടെ കോമഡി, സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ്, കയ്യടിക്കേണ്ട സ്ഥലത്ത് കയ്യടി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇതെന്താണ്, ഇപ്പൊ ദിലീപേണ്ണല്ല വേറൊരു ആർട്ടിസ്റ്റാണ് ചെയ്യണമെങ്കിൽ ആ പടം എങ്ങനെയാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് അതില് നർമ്മത്തിൽ കൂടിയാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത്. എന്നാ അത് അയാളുടെ ഹീറോയിസും ഉണ്ട്. കാരണം അന്ന് ഞാൻ ജോർജ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിന് ഞാൻ ഓക്കെയാണോ? കാരണം ഒരു സംസ്ഥാനത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് ഞാൻ ഓക്കെയാണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ആ സിനിമ നന്നായി ഓടുകയും ചെയ്താണ് ആ സമയം.